എനിക്ക് പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലർ പറഞ്ഞു കൊടുത്തു അരവിന്ദ് മോഹൻ ഹിന്ദുക്കളെ ക്രിസ്ത്യാനിയാക്കുന്നു. ചിലർ പറഞ്ഞു കൊടുത്തു അരവിന്ദ് മോഹന്റെ ചർച്ചിൽ അങ്ങനെയുള്ള മത മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ ആരൊക്കെയോ ഒറ്റിക്കൊടുത്തപ്പോൾ അതിൽ പെന്തിക്കോസുകാരുണ്ട്. സ്തോത്രം. പോയി പറയുമ്പോൾ എല്ലാം പറയണം, ഇല്ലെങ്കിൽ നാട്ടുകാരെന്നോട് പറയും പാസ്റ്റർ പറയുന്നതിൽ ചിലതിൽ തെറ്റുണ്ട്. ആമേൻ. എന്റെ ആത്മീക വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ അസൂയപ്പെട്ടത് നാട്ടുകാരല്ല, പെന്തിക്കോസുകാരാണ്. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ അതിൽ ഉണ്ടാകരുത്. ഒരാളുടെ ഉയർച്ചയിൽ സന്തോഷിക്കണം, ഒരാളുടെ വളർച്ചയിൽ സന്തോഷിക്കണം. ദൈവമാണ് അവരെ ഉയർത്തുന്നത്, ദൈവമാണ് അവരെ വളർത്തുന്നത്. നമ്മുടെ അധരം കൊണ്ട് ഒരാളെയും മുറിക്കരുത്, നമ്മുടെ അധരം കൊണ്ട് ഒരാളും മരിക്കരുത്. നമ്മുടെ നാം അനേകരെ ജീവിപ്പിക്കുന്നതായി മാറും. ഈ 15 വർഷത്തിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് നിൽക്കേണ്ടി വന്നു. ഒരു തോമസിന്റെ മകൻ വന്ന് യേശുവിനെ പ്രസംഗിക്കുന്ന പോലെ ഈസി അല്ല ശ്രീദേവിയുടെ മകൻ വന്ന് യേശുവിനെ പ്രസംഗിക്കുന്നത്. ഒരു മേരിയുടെ മകൻ വന്ന് ഒരു പ്രസംഗം നടത്തിയിട്ട് കാറിൽ കയറി പോകുന്നത് പോലെ അല്ല. വെടിവെച്ചൻ കോവിലിൽ നിന്നും ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഒരു സ്ഥലത്ത് വന്നിട്ട് കയറി പോകുന്നു. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും എന്റെ പ്രസംഗം കഴിയുമ്പോൾ എന്നെ വിളിച്ച പാസ്റ്റർ വീട്ടിൽ പോകും. പക്ഷെ എന്നെ കാത്ത നാട്ടിൽ ചിലർ കാത്തു നിൽക്കും. എന്റെ സുവിശേഷ യോഗത്തിന് വിളിച്ച വിശ്വാസികളൊക്കെ 9 മണിയാകാൻ കാത്തു നിൽക്കുക. പക്ഷെ ഞാൻ ആ വേദിയിൽ ഇറങ്ങുമ്പോൾ ചിലരെന്നെ കാത്തു നിൽക്കും. അവർ കാത്തു നിൽക്കുന്നത് കുറെ ചോദ്യങ്ങളുമായിട്ടാണ്. ഈ നാട്ടുകാർക്ക് ചിലത് ചോദിക്കാനുണ്ട്. കാരണം നമ്മൾ ബൈബിൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അന്യമതസ്ഥർ ബൈബിൾ പഠിക്കുന്നു. നമ്മൾക്ക് ബൈബിൾ വായിക്കാൻ സമയമില്ല, നമുക്ക് ബൈബിൾ പഠിക്കാൻ സമയമില്ല. നമ്മുടെ ചിന്തയിൽ ബൈബിൾ എന്ന് പറയുന്നത് ഞായറാഴ്ച പള്ളിയിൽ കൊണ്ടുവരാനുള്ള ഒരു ലൈസൻസ് മാത്രമാണ്. ബൈബിളുമായിട്ട് പള്ളിയിൽ വന്നില്ലെങ്കിൽ പാസ്റ്റർ വഴക്ക് പറയും. ഇതാണ് പലരെയും വീട്ടിലെ ബൈബിളിന്റെ സ്ഥാനം. ചില പെന്തിക്കോസുകാരുടെ വീട്ടിൽ ഞായറാഴ്ച 9 മണിക്ക് ഒരു വഴക്കുണ്ട്. എന്റെ ബൈബിൾ കാണാനില്ല. അങ്ങനെ ഒരു വഴക്ക് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ രൂപാന്തരപ്പെടാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. വീട്ടിൽ ബൈബിൾ കാണാത്തതിന് വഴക്കുണ്ടാക്കുന്ന വീടുകളുണ്ട്. ഞാൻ അവിടെ വെച്ചു കണ്ടില്ല, ഞാൻ ഇവിടെ വെച്ചു കണ്ടില്ല. അവസാനം അമ്മ പറഞ്ഞു വസ്ത്രം അലക്കാൻ വേണ്ടി എല്ലാം കൂടെ എടുത്ത് വാഷിംഗ് മെഷീൻ ഇട്ടപ്പോൾ അതിനകത്ത് ബൈബിൾ ആയിപ്പോയി. കള്ളം പറയുന്നതല്ല. അമ്മ അലക്കാനിട്ട വസ്ത്രത്തിന്റെ അടുത്തുകൊണ്ട് ബൈബിൾ വെച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കുക അമ്മ ഈ വസ്ത്രം ഇവിടെ അലക്കാനിട്ടേ? അമ്മ ഇതെല്ലാം കൂടെ ഇട്ടത് വരാന്തയിലെ സോഫയുടെ മേലാണ്.